ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ദിസ് ഇസ് മീ അമേലിയ. അപ്പം ഞാൻ ഇന്നൊരു എൻ്റെ വീഡിയോ ആണെന്ന് നിങ്ങൾ വിചാരിക്കില്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ഇത് വേറെ സ്ഥലം മാറ്റി ഗൈസ്. ഞാൻ വേറെ സ്ഥലമൊക്കെ മാറ്റി. ഇതെൻ്റെ മെയ്ഡാൻ്റിയാണ്, പുതിയ ആൾ. അപ്പോൾ ഞാൻ പറയാൻ വന്നു, ഫസ്റ്റത്തെ കാര്യം ചെറുത് 2 ദിവസം കഴിഞ്ഞിട്ട് വരും. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ കാര്യം. നമ്മുടെ മെയിൻ വീഡിയോയിലെടുത്ത് അപ്പം നമുക്ക് പോവാം. ഇന്ന് ഞാനൊരു ജേണലാണ് ഗൈസ് ചെയ്യാൻ പോണത്. എനിക്ക് ജേണൽ ക്രാഫ്റ്റ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കടലിലൂടെ ടിഷ്യൂ ആർട്ട് ക്രാഫ്റ്റ് ഇതെല്ലാം കണ്ടിട്ടാണ് എനിക്കിതെല്ലാം ഭയങ്കര ഇഷ്ടം തോന്നിയത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ജേണൽ ചെയ്യാൻ വിചാരിച്ചു ഗൈസ്. അപ്പോൾ ഞാൻ ചെയ്യണ ജേണൽ ഈ ഒരു പഴയ കുഞ്ഞ് പൊട്ട ബുക്കിനാണ് ഗൈസ്. ഇത് ഞാൻ കുറേ മൈസൈൻ്റെ പഴയ ബുക്കാണിത്, മൈസൈൻ എന്നൊക്കെ പറഞ്ഞിട്ടായത്. എന്നാലും ഇവിടെ ചെറിയ കുഞ്ഞു കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. കുഞ്ഞു കാര്യങ്ങൾ പറയുന്നത് അത്ര രസമില്ല കേട്ടോ. നിങ്ങൾക്ക് രസം ഉണ്ടെന്ന് പറയാണ്ടേ. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. ഇവിടെ ഉണ്ടോ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. അവിടെ ആൻറ്റി ആർക്കും മെസ്സേജ് അയക്കുന്നുണ്ട്, അപ്പോൾ എനിക്കറിയത്തില്ല. ഇവിടെ ഇപ്പോൾ രാത്രി കുറച്ച് സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഞാൻ ഇഷ്ടമുള്ള. ഭയങ്കര പൊട്ടയായിട്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. ഇതൊക്കെ എന്തിനാണോ അത് പേജ് വൈസ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടോ. ഈ സ്റ്റിക്കർ ഇല്ലെങ്കിൽ ഇത് രണ്ടും ഇഷ്ടപ്പെട്ട്, ഏഞ്ചു ഒമേലിയ ഇതിന് ഇഷ്ടപ്പെട്ട്, ഇതും ഇല്ല, ഇതും ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ എന്താ എഴുതിയത്? അമേലിയാന്നാ, അമേലിയ. ഇത് പൊട്ടയാണ്. ആണ്ട് ഇത് കുറേ ഉണ്ട്, ഞാൻ കുറേ ചെയ്തിട്ടുണ്ട് ഗൈസ്. കണ്ടോ, കുറേ ഉണ്ട്. ഇതൊക്കെ എന്താ? ബി കൈൻഡ്. ഇത് ടു ഡു ലിസ്റ്റ് ആണ് കേട്ടോ. ബി കൈൻഡ്, ലിസൺ ടു മദർ ആൻഡ് ഹാഡ് ലേൺ EVS, സ്ലീപ്പ് at 9:30 PM. 10 ആയി ഗൈസ്. അപ്പോൾ സ്കൂൾ വേക്ക് അപ്പ് അറ്റ് 6 o'clock. ഡു ഹോംവർക്ക്. ഞാൻ 2 ഹോംവർക്ക് നേടി എന്തൊക്കെയാണോ. പിന്നെ ടു ഡു ലിസ്റ്റ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. അത്രേ ഉള്ളൂ. ഇത്രയും പൊട്ടയായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വെറുതെ പേജ് വേസ്റ്റ് ചെയ്ത് ഗൈസ്. പക്ഷേ ഇത് ബാക്ക് സൈഡിലായതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഈ സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇത് കണ്ടോ, മൊത്തം ഒക്കെ പോയിരിക്കരുത്. ഞാൻ ചുമ്മാ സ്ക്രിപ്റ്റ് ചെയ്തത് മൊത്തം പോയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും തുറക്കാം. ഇത് ഞാൻ ഫസ്റ്റ് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അയ്യോ, ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുള്ള, ഈ ബുക്കിൽ ചെയ്തിട്ടുള്ള ജേണലിങ്. അപ്പോൾ ഇത് നിങ്ങൾ ഇഷ്ടപ്പെടുമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ദിവസം ഇത് ചെയ്തായിരുന്നു. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്ന, സത്യം നല്ലൊരു കവായി തീമായിട്ട് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടവർ താഴെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റും ചെയ്യണം. കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ലാസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ചെയ്തതാണ് ഈ ഒരു സംഭവം. ഇതാണ് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഗ്രീൻ തീമാണ് സംഭവം, ഒരു ഗ്രീൻ തീമാണിത്. അപ്പോൾ ഇതാണ് ഇത്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാ ഇഷ്ടപ്പെടും? ഈ 3 എണ്ണത്തിൽ ഏതാ ഇഷ്ടപ്പെടുന്നത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ നമുക്ക് ഈ ബുക്ക് മാർക്ക് ഇവിടെ നിന്ന് മാറ്റിയിട്ട് വേറെ 3 പേജ് വിട്ടിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഈ പേജിൽ തന്നെ, അടുത്ത പേജിൽ തന്നെയല്ല നമ്മൾ ചെയ്യണത്. 2 പേജ് വിട്ടിട്ടാണ് അപ്പോൾ നമ്മൾ ചെയ്യണത്. ഈ പേജ് തുടങ്ങാം അല്ലേ, ഈ 2ാമത്തെ പേജ്. ഇത് മതിയോ? അപ്പോൾ ഇത് പേജ് വേസ്റ്റ് ചെയ്യണ്ട ഗൈസ്, അതല്ലേ. ഇത് മതി. പക്ഷെ ഒരു പേജിലാണ് ലീവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു പേജ് ലീവ് ചെയ്തിട്ടുണ്ട്. അടുത്ത 2ാമത്തെ പേജിലാണ് അപ്പോൾ ഞാൻ ചെയ്യാൻ പോണേ. ഭയങ്കര പ്രൊഫഷണലായിട്ട് ഞാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ബുക്ക് മാർക്ക് ഇവിടെ വെക്കാം കേട്ടോ, അല്ലെങ്കിൽ പേജ് പോകും. ഇതിങ്ങനെ കണ്ടോ, ഇതിങ്ങനെ പോകും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഈ സംഭവത്തിൽ നമുക്ക് മെയിനായിട്ട് വേണ്ട എന്താണ് ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ പറയാൻ പറഞ്ഞു ഒരു കവായി ജേണലിങ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബുക്ക് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചെറിയൊരു ഫ്രെയിമാണ്. ഇത് നമുക്ക് പേജ് കയറിയിട്ട് ഒട്ടിക്കാം. ഇതിപ്പോൾ ഞാൻ അടച്ചു വെക്കുന്നുണ്ട്, ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ സാധനങ്ങളെല്ലാം കാണിക്കാം കേട്ടോ. ഇതൊരു ബുക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ നമുക്ക് എന്തെങ്കിലും എഴുതാനൊക്കെ പറ്റും. നല്ലൊരു ബുക്കാണ്. പക്ഷെ ഞാൻ ഇത് ഒട്ടിക്കാൻ തീരുമാനിച്ചു. ഈ ബുക്ക് നല്ല പേജസാണ് ഗൈസ്. ഫസ്റ്റത്തെ കുറേ പേജസും ഇങ്ങനെയാണ് വരുന്നത്. ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കണ്ടോ, ഫസ്റ്റത്തെ ഇങ്ങനത്തെ പിങ്ക് കളറാണ് വരുന്നത്. ഈ ഒരു പിങ്ക്. പിന്നെ
ഗ്രീൻ തീം ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗ്രീൻ. പിന്നെ നമുക്ക് ഈ ഒരു ഗ്രീൻ കളർ, പിന്നെ വീണ്ടും കുറച്ച് മാറ്റി കഴിയുമ്പോൾ പിങ്ക് കിട്ടും. ഈ പിങ്ക് ഡ്രോയിങ് പിങ്ക്. പിന്നെ ലാസ്റ്റ് എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്, ഭയങ്കര നല്ലതായിട്ട് നമ്മുടെ ജേണൽ ചെയ്യണ പോലെ സ്ക്വയർ ടൈപ്പ് ഉള്ളതാണ്. നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, സ്ക്വയർ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇതാണ് ലാസ്റ്റത്തെ പേജ്. ഇത് പർപ്പിൾ കളറാണ്, ഗ്രേ അല്ല. കാണുമ്പോൾ ഗ്രേ ആണെന്ന് തോന്നും, പർപ്പിളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബുക്ക്. അപ്പോൾ ഈ ബുക്ക് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിത് ഇവിടെ വെക്കാം. അടുത്ത ഞങ്ങൾ കാണിക്കാൻ പോവാണ് ഗൈസ്. പിന്നെ ഗൈസ് നമുക്കുള്ളത് ഒരു ഫെവിക്കോൾ എന്ന് പറഞ്ഞാൽ, ഫെവിക്കോൾ അല്ല, ഒരു ഗ്ലൂ സ്റ്റിക്ക് ഉണ്ട്. ഒരു ഗ്ലൂ സ്റ്റിക്ക് ഉണ്ട് നമുക്ക്. ഇത് കോമൺ ആണ് കേട്ടോ, ഗ്ലൂ സ്റ്റിക്ക് കോമൺ ആണ്. പിന്നെ ഈ ഒരു സിസറുണ്ട്. ഇതെൻ്റെ ഈ യൂസസിനുള്ള സിസറാണ്. ശരിക്കും ഇത് അടുക്കളയിൽ സംഭവത്തിൻ്റെ സിസറാണ്, പക്ഷേ ഞാൻ എൻ്റെ ക്രാഫ്റ്റിന് വേണ്ടി ഈ സിസേഴ്സ് എടുത്തിട്ടോ, ഈ സിസർ. പിന്നെ ഞാൻ സ്റ്റിക്കർ ബുക്ക് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്നപ്പോൾ. അപ്പോൾ ഇത് ഓർഡർ ചെയ്താണ്, അതുകൊണ്ട് ഞാൻ കൊറിയയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കറിയാം. അപ്പോൾ നമുക്കിവിടെ തുറക്കുമ്പോൾ കുറേ പർപ്പിൾ പേജസ് ആണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് തീമെന്ന് പോലത്തെ, തീമല്ല, ട്രാൻസ്പെറൻറ്റ് പോലത്തെ സ്റ്റിക്കേഴ്സാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ട്രാൻസ്പെറൻറ്റ് പോലത്തെ സ്റ്റിക്കേഴ്സാണ്. ചിലതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, എന്നാലും കുറേ ബാക്കിയുണ്ട്. അപ്പോൾ പേർപ്പിൾ സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട് ഈ ബുക്കിൽ, കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ചെറിയ ബുക്കാണെങ്കിലും ഇങ്ങനത്തെ കാണുമ്പോൾ ചെറിയ ബുക്ക്, അകത്ത് കുറേ പേജസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റിക്കർ ബുക്ക് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മളിത് തകർക്കും. പിന്നെ ഇത് പോരാഞ്ഞിട്ട് വേറെ ഒരു ലോഡ് സ്റ്റിക്കർ ടേപ്പിൻ്റെ അത്ര ഉണ്ട്. ഇത് കുറേ റോളുണ്ട് ഗൈസ്. എന്നിട്ട് നമുക്കിങ്ങനെ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതിങ്ങനെ പളിച്ച് ഊരിയിട്ടൊട്ടിക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഇതൊക്കെ ഉണ്ട്, കണ്ടോ, ഹലോ കിറ്റിയൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. കൊറോമി ഉണ്ട്, പിന്നെ കുട്ടിയൊക്കെ ഉണ്ട്, ഇതുമുണ്ട്. ഇനി നമുക്ക് വേറൊരു ഡസ്റ്റ്ബിൻ ഹാളിൽ നിന്ന് എടുത്തുകൊണ്ട് വരട്ടെ ഗൈസ്. കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്, അപ്പോൾ ഡസ്റ്റ്ബിനൊക്കെ വേണം. അങ്ങനെ ഡസ്റ്റ്ബിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിച്ച സമയം പോകത്തില്ല, ഇപ്പോൾ തന്നെ 7 മിനിറ്റൊക്കെ ആയി. അപ്പോൾ നമുക്കൊന്ന് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കാണിച്ചു തന്നാൽ പോരെ, അതല്ല അതിൻ്റെ ഒരു രീതി. പിന്നെ ഒരു കോമൺ ആയിട്ടുള്ള സംഭവം കാണിച്ചു തരാം ഗൈസ്. ഇതെൻ്റെ ഒരു വെറൈറ്റി ബുക്കാണ് ഗൈസ്. എന്താ പറയട്ടെ, ഇപ്പോൾ ഇങ്ങനത്തെ ബുക്ക് ആരെങ്കിലും എടുത്തിട്ടുണ്ട്. ഇതെൻ്റെ പഴയൊരു ബുക്കാണ്. ഈ ബുക്ക് ഞാനിപ്പോൾ പശയൊക്കെ തേക്കുമ്പോൾ ഇപ്പോൾ ടേബിളിൽ വെച്ചിട്ടാണെങ്കിൽ ഗ്ലൂ സ്റ്റിക്കൊക്കെ ടേബിളിൽ വെച്ചിട്ട് ആവത്തില്ലേ, അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ട് ആവത്തില്ലേ. ഇപ്പോൾ ഈ ബുക്കാണെങ്കിൽ നമ്മൾ പേജ് എടുക്കുക, ഒരു പേപ്പർ ഇങ്ങനെ വെക്കുക, ഗ്ലൂ സ്റ്റിക്ക് വെക്കുക. ഈ പേപ്പറിൻ്റെ മേലാണ് വെക്കണ്ടേ, അതിങ്ങനെ ഒട്ടിക്കുക. പിന്നെ ഈ പേജിലായാലും കുഴപ്പമില്ലല്ലോ, പഴയ ബുക്കല്ലേ. നിങ്ങൾ എടുക്കുവാണെങ്കിൽ പഴയ ബുക്കാണ് കേട്ടോ. എൻ്റെ 3ാം ക്ലാസ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 4ലോട്ട് പോവും. അപ്പോൾ 3ാം ക്ലാസ്സിലുള്ള ബുക്കാണ്, സാരിയില്ല. എൻ്റെ ഇപ്പോൾ ഹോളിഡേ ആണ്, ഹോളിഡേ കഴിഞ്ഞ് ഞാൻ 4ലോട്ട് പോകണം ഗൈസ്. അതുകൊണ്ട് ഈ ബുക്കിന് ആവശ്യമില്ല, ഞാൻ ഇതെടുത്തു. അപ്പോൾ ഇത് നമുക്ക് കോമൺ ഉള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ ബുക്കിൽ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. എത്ര പേജാണ് ലീവ് ചെയ്യണ്ടേ? ഒരു പേജല്ലേ ലീവ് ചെയ്യണ്ടേ. അപ്പോൾ ഈ പേജാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇതിൻ്റെ ബുക്ക് മാർക്കൊന്നും ഓർത്തില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഈ പേജ് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എടുക്കുന്നത് എല്ലാവരും എടുക്കുന്ന പോലെ ഒരു ചെറിയൊരു പേപ്പറാണ്. ഒരു പേപ്പർ, ഈ പേപ്പർ എടുത്തിട്ട് നമുക്ക് നോക്കാം കേട്ടോ. നമുക്കൊരു കവായി തീമല്ലേ, അപ്പോൾ ഇത് കളേഴ്സ് മേളിലെടുക്കുക. ഇത് ഫുൾ കവായി ബുക്കാണ്, അതുകൊണ്ട് കവായി തീം എടുക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന പേജസാണ് കേട്ടോ. എല്ലാം നല്ല പേജസാണ്. ഇതിൽ ഏത് പേജ് എടുക്കണമെന്നാണ് ഇതിൽ ബിഗ്ഗസ്റ്റ് കൺഫ്യൂഷൻ ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ഫസ്റ്റ് ഈ ഒരു പർപ്പിൾ എടുക്കുന്നതുണ്ട് ഗൈസ്. എനിക്ക് ഈ പർപ്പിൾ ഭയങ്കര ഇഷ്ടമായി. ഈ പർപ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഇതാണ് ആദ്യം തന്നെ ഇങ്ങനെ എടുക്കുന്നത്. ഈ പർപ്പിൾ ഒന്നിങ്ങനെ പേജ് ഇങ്ങനെ ഒന്ന് കയറിയിട്ട് കയറി ഗൈസ്. ബുക്ക് എടുത്ത് അവിടെ വെക്കാം, അതാണ് നല്ലത്.
ഇതിൻ്റെ ചിലപ്പോൾ പാർട്ട് 2 വരും ഗൈസ്, കാരണം ജേർണൽ എന്ന് പറഞ്ഞാൽ കുറേ സമയമൊക്കെ എടുക്കുന്നതല്ലേ. അപ്പോൾ ഇതാണ് ഒരു പേജ് കീറിയെടുത്തിട്ടുണ്ട്. ഇതാണ് കീറിയെടുത്ത പേജ്. ഇനി ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുക. എങ്ങനെ ഒട്ടിക്കണേ? ഇപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ചാലോ? ഇതിങ്ങനെ രസം ഉണ്ടാവുമോ? ഇങ്ങനെ ഒട്ടിക്കാം, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ബുക്കിൽ നമ്മൾ ഈ ഒരു പിക്ചർ ഗൈസ് ഈ സൈഡല്ലേ ഇച്ചിരിയും കൂടെ നല്ലത്, ഈ സൈഡല്ലേ നല്ലത്, എനിക്ക് ഈ സൈഡാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ താഴെ നമ്മളിങ്ങനെ ഒടിച്ചെടുക്കും. ഓക്കെ, ഇങ്ങനെ ഒടിച്ചെടുക്കുക. രസമില്ലേ ഒന്ന് പറയും ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഒടിച്ചെടുക്കാൻ പോവാണ്. നിങ്ങൾ കണ്ടോ എൻ്റെ ട്രിക്ക്? ആ ബുക്ക് വെച്ചിട്ടുള്ള ട്രിക്ക് എങ്ങനെയാണോ കണ്ടോ? നിങ്ങൾ കണ്ടോ? കണ്ടോ എൻ്റെ ഒരു ആ ഒരു എന്താ പറയുക, ഇത് ഞാൻ വെറുതെ ഒട്ടിക്കണാട്ടെ, ഇതിൽ ഞാൻ ഒന്നും എഴുതൊന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു പേജ് എടുക്കാം. ഞാൻ എൻ്റെ ഒരു ഡിക്റ്റേഷൻ പേജാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് എടുക്കാം. നമുക്ക് ഈ സൈഡല്ലേ വേണ്ട, അപ്പോൾ ഈ സൈഡ് എടുത്തിട്ട് മറ്റേ സൈഡ് ഉണ്ടോ അതിങ്ങനെ വെച്ചിട്ട് ഗ്ലൂ സ്റ്റിക്ക് തുറന്നിട്ട് പൊക്കിയിട്ട് ഒടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പേപ്പറിൻ്റെ മേളിലാണ് കേട്ടോ നമ്മൾ ചെയ്യണത്, ബുക്കിൻ്റെ മേളൊന്നുമല്ല, പേപ്പറിൽ തന്നെയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇതാകുമ്പോൾ ഇച്ചിരി കൂടി കംഫർട്ടബിളാണ്. മറ്റേതാകുമ്പോൾ കയ്യിലൊക്കെ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ തുടച്ച് കളയണം. അങ്ങനെ ഫുൾ മെനക്കേടാ. ഇപ്പം ഞാൻ എൻ്റെ ഒരു മിനി സ്റ്റിക്കർ ബുക്കും ഒരു ഗ്ലൂ ടേപ്പും മേടിക്കാൻ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് നമ്മൾ മേടിക്കുന്നതാണ്. ഇപ്പോൾ ഗ്ലൂ സ്റ്റിക്ക് ഒടിച്ചിട്ടുണ്ട്. ഇനി ബുക്കിൻ്റെ പിന്നെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ആവശ്യമില്ല ഞാൻ പറയത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെടുത്തിട്ട് ഇവിടെ അല്ലേ, ഓക്കെ, ഞാൻ ഒട്ടിച്ചിട്ട് നിങ്ങളെ കാണിക്കാം ഗൈസ്. ഞാൻ കാണിക്കാൻ പോണേ. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം ചെയ്ത സംഭവം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം ഒട്ടിച്ചത്. ഇനി നമുക്ക് വേറൊരു പേജും കൂടെ വേണം, വേറൊരു പേജും കൂടെ. അത് നമുക്കൊരു ഏത് കളറാണ്? അത് നമുക്കൊരു പർപ്പിൾ തന്നെ എടുക്കാം. അത് നമുക്ക് പർപ്പിൾ തന്നെ എടുക്കാം. പക്ഷെ അപ്പുറത്തെ സൈഡിലുള്ള പേജാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഒരു പേജ് ഇങ്ങനെ കീറിയെടുക്കാം. ഇത് കറക്റ്റായില്ല, കണ്ടോ? കുറേ ഷേപ്പില്ല, സൈഡില്ല കേസ്. ഇത് കീറിയിട്ട് ഇതിൻ്റെ എഡ്ജ് ഒന്നിങ്ങനെ ഈ പേപ്പറാണ് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ എഡ്ജ് ഇതിങ്ങനെ കീറി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി എവിടെ ഒട്ടിച്ച് കൊടുക്കുന്നത് നോക്കട്ടെ ഗൈസ്. ഇവിടെ ഒന്ന് ഒരു ഭംഗി, എനിക്ക് അറിയത്തില്ല എവിടെ ഒട്ടിച്ച ഭംഗി എന്നൊക്കെ. ഓക്കെ, കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ രണ്ട് സ്ട്രോബെറി ഉണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെയുള്ള പേജ് ഞാൻ ഒട്ടിച്ചിട്ട് കാണിക്കാം ഗൈസ്. അതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ ഇവിടെ ഓക്കെ, ഞാൻ ഈ ബുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ബുക്കാണ് നമുക്ക് ഏത് പേജ് വേണേലും എടുക്കാം. ഗ്ലൂ സ്റ്റിക്ക് എടുക്കാം. ഓക്കെ, ചെയ്തിട്ടുണ്ട്. ഞാൻ മാക്സിമം പെട്ടെന്നാണ് ചെയ്യാൻ. എനിക്ക് ഉറക്കുന്നുണ്ട്. അല്ല, എനിക്ക് ഇവിടെ ഒട്ടിക്കാം. അല്ല, വേണ്ട. ഓക്കെ, ആ സ്ഥലത്തല്ല, ഞാൻ ഈ കോർണറിലാണ് ഒട്ടിച്ചത്. ഞാൻ ഇവിടെ അല്ല ഒട്ടിക്കാൻ പറഞ്ഞത്, അവിടെ തന്നെ ഇതും. അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടി ഇവിടെ ഒട്ടിച്ചാണ് ഇതും. അപ്പോൾ ഇതിങ്ങനെ ഒടിച്ചിട്ടുണ്ട്. ഇതുവരെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൽ നിന്ന് ബാക്കിയുള്ള പേജും കൂടെ നമുക്കിനി ഇങ്ങനെ കീറിയെടുക്കാം. ഇതിങ്ങനെ കീറിയെടുത്തിട്ടുണ്ട്. നോക്കട്ടെ എവിടെ ഭംഗിന്ന്. ഞാനിപ്പോൾ ഒരു തീം ഇങ്ങനെ ഉദ്ദേശിക്കുന്നു. ഒരു പേജ് പർപ്പിളും ഒരു പേജ് പിങ്ക് ആയിട്ടാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കണത്. അത് വരുമോയെന്നൊന്നും അറിയത്തില്ല, നോക്കാം. ഏത് കീറി ഡസ്റ്റ്ബിന്നിൽ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ആവശ്യമില്ല. ഇങ്ങനെ ഒടിച്ചാലോ രസം ഉണ്ടാവേക്കും. ഒട്ടിക്കണോ? ഒട്ടിച്ചേക്കാം, ഒരു ഭംഗിയാവൂലേ തോന്നുന്നുണ്ട്.
സ്ട്രോബെറിയുടെ ഭാഗമല്ലേ, ഒട്ടിക്കുന്ന വരെ വെയിറ്റ് ചെയ്യണം ഗൈസ്. അങ്ങനെ ഗൈസ് ഞാൻ ഒരു ചെറുതും എടുത്തിട്ട് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിക്കേഴ്സിലോട്ട് കടക്കാം. കയ്യിലൊക്കെ പക്ഷേ അത് പിന്നെ എടുക്കാം. ഇനി നമുക്ക് സ്റ്റിക്കേഴ്സിലോട്ട് കിടക്കാം. ഈ ഒരു സ്റ്റിക്കർ ബുക്കിലാണ്, കാരണം പർപ്പിളല്ലേ, ഈ സ്റ്റിക്കർ ബുക്ക് ഇച്ചിരി പർപ്പിളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ പർപ്പിൾ എടുക്കാം. നമുക്ക് നല്ലൊരു സ്റ്റിക്കർ വേണം. നോക്കട്ടെ, നമുക്കൊരു കപ്പ് കേക്കിൻ്റെ അടുത്തല്ല, അതിൽ കുറച്ച് ഫുഡിൻ്റെ പടമൊക്കെ ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത് കപ്പ് കേക്കിൻ്റെ മതിയോന്ന്. ഒരു കപ്പ് കേക്കിന് നമുക്കൊന്ന് എടുക്കാം ഗൈസ്. നമുക്ക് അതൊന്ന് എടുത്ത് നോക്കാം. അത് ഓക്കെ, എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ, ക്ലിയർ സ്റ്റിക്കർ പോലത്തെ ആണ് ഇത്. ഈ ഒരു പർപ്പിൾ കപ്പ് കേക്കാണ് കാണുമ്പോൾ പിങ്കാന്ന് തോന്നും. ഈ കപ്പ് കേക്ക് എടുത്തിട്ട് ഇപ്പോൾ എവിടെയാ സ്ട്രോബെറിയുടെ മിളി വേണ്ട. ഓക്കെ ഗൈസ്, ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവം ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ 2-3 സാധനം ചെയ്തിട്ട് കാണിക്കാം ഗൈസ്, അങ്ങനെ കുറേ സമയമായി. അങ്ങനെ ഗൈസ് ഞാൻ ഇത്തിരി സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാം. ഇവിടെ നമ്മുടെ കപ്പ് കേക്കിൻ്റെ ഒട്ടിച്ചിട്ടുണ്ട്, ഇവിടെ ജ്യൂസ് ഗ്ലാസ് ഇട്ടിച്ചിട്ടുണ്ട്, പിന്നെ ഇവിടെ ചെറിയ സംഭവം ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഗുഡ് എന്നുള്ളത് റൈറ്റിങ്, പിന്നെ ഇവിടെ കൂൾ എന്നുള്ള തിങ്കിങ്ങിൻ്റെ ഒരു സംഭവത്തിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ആലോചിക്കട്ടെ ഗൈസ് ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ട്യൂഷൻ കൊണ്ടുവന്ന ടെസ്റ്റ് പേപ്പറാണ്, ഇത് ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വൈറ്റ് അല്ലേ, അപ്പോൾ ഞാൻ ഈ ഒരു ലാവൻഡർ ഒരു പർപ്പിൾ കളർ നിയോൺ ഗ്ലിറ്റർ പെൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നമുക്ക് എന്തെങ്കിലും കോട്ട് പോലെ എന്തെങ്കിലും എഴുതാം ഗൈസ്. ഇപ്പം എന്താ എഴുതണ്ടേ, ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ എഴുതണേ. അപ്പോൾ ഇപ്പം എന്താ എഴുതണ്ടേ, ഒരു പർപ്പിളിനെ പറ്റി എഴുതാം ഗൈസ്. അപ്പം ഞാൻ എഴുതിയിട്ട് കാണിക്കാം. അങ്ങനെ ഗൈസ് ഞാൻ ഈ ഗ്ലിറ്റർ പെൻ വെച്ചിട്ട് ഗുഡ് ഡേ അറ്റ് പർപ്പിൾ ഇസ് എ ലൈഫ് ഇൻ പർപ്പിൾ സ്കൈ ആൻഡ് ഓൾ, അങ്ങനെ ഒരു കോട്ട് എഴുതിയിട്ട് അത് നമുക്കിങ്ങനെ എടുക്കാം, കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഫുൾ പേപ്പറിലല്ല എഴുതിയത്, അപ്പോൾ ഞാൻ എഴുതിയ ആ ഒരു പോർഷൻ മാത്രം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്യാനൊക്കെ കുറേ സമയം വേണം കേട്ടോ. ഓക്കെ, ഞാൻ ഇത് ഒട്ടിക്കാൻ വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഞാൻ ഈ ഒരു ചെറിയൊരു കോട്ട് പോലത്തെ സംഭവം ഈ ഒരു ഭാഗത്തായിട്ട് ഇത് പൊളിഞ്ഞു പോകുന്നോടി നോട്ടിക്കട ഗൈസ്. ആ സാരിയില്ല ഗൈസ്, ഞാൻ നിൽക്കുന്നില്ല. എന്തായാലും അതിന് മേലെ സ്റ്റിക്കർ വരെ ഒട്ടിക്കും. ഇത് ഞാൻ ഇങ്ങനെ കോട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് അതിന് മേലെ സ്റ്റിക്കർ വരെ ഒട്ടിക്കാം, കാരണം അത് പശ ഒട്ടുന്നില്ല. അങ്ങനെ ഗൈസ് ഞാൻ കുറച്ചും കൂടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, കാരണം ഇനി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനില്ല. അപ്പോൾ ഇവിടെ സ്വീറ്റ് ഒട്ടിച്ചിട്ടുണ്ട്, അതിൻ്റെ സ്വീറ്റ് കൊറിയയിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറയും കൊറിയയിൽ എന്താണെന്ന് എഴുതിയത്, അപ്പോൾ അത് സ്വീറ്റ് എന്ന് ഞാൻ എഴുതിയതാണ്. പിന്നെ ഇവിടെ നമ്മുടെ കൊറോമിയുടെ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്, ഇവിടെ കൊറോമിയുടെ ഒട്ടിച്ചിട്ടുണ്ട്, ഇവിടെ കോട്ടിങ് ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിൽ നിൽക്കാത്തതുകൊണ്ട് സ്റ്റിക്കർ ഇവിടെ ഒട്ടിച്ചു, ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അത്രേ ഉള്ളൂ ഗൈസ്, ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ നോക്കുന്നത് ഒരു സംഭവം എഴുതാൻ പോവാണ് ഗൈസ്. അതോടെ കഴിഞ്ഞിട്ട് ഈ ഒരു ജേർണി കഴിഞ്ഞു ഗൈസ്, ഈ ഒരു ജേർണി കഴിഞ്ഞു. അതോടെ കഴിഞ്ഞിട്ട് ഈ ഒരു ജേർണി കഴിഞ്ഞു. അപ്പുറത്തെ ഈ പേജിൽ ഞാൻ ചെയ്യുന്നില്ല, ഇവിടെ ചുമ്മാ എവിടെയൊന്നും ചെയ്യണില്ല ഗൈസ്. ഞാൻ ചുമ്മാ ഒരു 4-5 റൗണ്ട് ആ സ്റ്റിക്കർ ഇല്ലേ അത് മാത്രം അത് ഒട്ടിക്കുന്നില്ല, ഇത് മാത്രമേ ചെയ്യണുള്ളൂ. അപ്പോൾ നമുക്കിവിടെ സംഭവം എഴുതാൻ പോകണം, നിങ്ങൾ നോക്കണം ഗൈസ്. അങ്ങനെ ഗൈസ് എൻ്റെ ജേർണൽ ഇവിടെ ഫുൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പുറത്തെ പേജ് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്, ഇപ്പുറത്തെ പേജ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ഗൈസ്. അങ്ങനെ ഗൈസ് ഞാൻ ഫുൾ ജേർണൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫുൾ പർപ്പിൾ തീം ജേർണലാണ്. നോക്കുക ഗൈസ്, നല്ല ഭംഗിയില്ലേ, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു പർപ്പിൾ തീമിലാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഒരു പേജ് കയറിയിട്ട് ഈ ഒരു സംഭവമില്ലേ, അത് ഞാൻ പേജ് കയറിയിട്ട് ഒട്ടിച്ചതാണ് ആ ചെറിയ മിനി ബുക്കിൽ. പിന്നെ ഇവിടെ ഒരു കോട്ട് ഒട്ടിച്ചിട്ടുണ്ട്, അവിടെ അതിൻ്റെ 2 എഡ്ജിൽ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. പർപ്പിൾ സ്റ്റിക്കേഴ്സാണ് കേട്ടോ, ഒരെണ്ണം പോലും പർപ്പിൾ അല്ലാതെ ഇല്ല. പിന്നെ ഇവിടെ 2 കൊറോമി സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്, അത് സ്വീറ്റിന് ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ സ്വീറ്റ് കൊറിയയിലോ ചൈനയിലോ എഴുതിയതാണ്. ഇവിടെ പേജ് കയറി ഒട്ടിച്ചിട്ടുണ്ട്, ഇവിടെയും പേജ് കയറി ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ കൊറോമി ഉണ്ട്, ഇവിടെ ജ്യൂസ് ഗ്ലാസ് ഉണ്ട്, ഇവിടെ കപ്പ് കേക്ക് ഉണ്ട്.
പിന്നെ ഇവിടെ ഹലോ എന്ന് ഇച്ചിരി എന്താ പറയുക ഒരു എസ്തറ്റിക് തീമിൽ ഹലോ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഗുഡെന്ന് സ്റ്റിക്കർ ഒട്ടിച്ച്, കൂളെന്ന് സ്റ്റിക്കർ ഒട്ടിച്ച്, പിന്നെ ഇവിടെ ഒരു ചെറിയ ലൈൻ പോലെ സ്റ്റിക്കർ ഒട്ടിച്ച്. അപ്പോൾ ഇതാണ് എൻ്റെ പർപ്പിൾ തീമിലുള്ള ജേർണൽ ബുക്ക്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ എന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പർപ്പിൾ തീമിലുള്ള ജേർണൽ പേജ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ബുക്ക് മാർക്ക് വള്ളിയില്ലേ, നമുക്കടുത്ത് ഈ പേജിൽ വെക്കാം. ഇനി നമ്മൾ അടുത്ത് വേറെ ഒരു ജേർണൽ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. തിരിച്ചെടുത്ത് വെക്കട്ടെ ഗൈസ്. കുറേ ബുക്കുണ്ട് എനിക്കപ്പോൾ ഏത് ബുക്കിലാണ് ജേർണൽ ചെയ്യുന്നത് കൺഫ്യൂഷനൊക്കെയാണ്. അപ്പോൾ ഗൈസ് എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല, സോറി. അപ്പോൾ ഗൈസ് ഇത്രയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ. ആപ്പിളും